ഇനി ഒരിക്കലും അവർക്ക് നിങ്ങളുടെ വഴി മുടക്കുവാൻ കഴിയില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, അതായത് വാഗ്ദത്തത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചു, എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ അതിൻ്റെ മാനസിക സംഘർഷം, ആ യാത്രയ്ക്ക് വേണ്ടി വന്ന ചിലവ്, അത് വരുത്തിവെച്ച ബാധ്യത, പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയാതെ ആയിരിക്കുന്ന അവസ്ഥ, വല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിലായിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ, ആ അവസ്ഥയ്ക്ക് കാരണം എന്താ? പലരും വഴി മുടക്കി. അതെ, ഇനിയും അവർ അങ്ങനെ വഴി മുടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അർത്ഥം, നിനക്ക് മുമ്പിൽ മനുഷ്യനും പിശാചും കൊട്ടിയടച്ച വഴികൾ, വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു. എവിടേക്ക്? നിൻ്റെ വാഗ്ദത്തത്തിലേക്ക്. പ്രിയ ബ്രദർ, സിസ്റ്റർ, നിങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങിത്തിരിച്ച ആ വാഗ്ദത്തത്തിലേക്ക്, ആ തൊഴിലിലേക്ക് കർത്താവ് നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ പോകുന്നു. ദീർഘനാളുകളായി നീ കാത്തിരിക്കുന്ന ആ വാഗ്ദത്ത തൊഴിലിലേക്ക്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് മാത്രമല്ല, നിൻ്റെ പ്രിയപ്പെട്ടവരോടും നിൻ്റെ മാതാപിതാക്കളോടും പറഞ്ഞ ആ വാഗ്ദത്തത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ കരം പിടിച്ച് നടത്തുവാൻ പോകുന്നു. വഴികൾ തുറന്നു വരുന്നു. തടസ്സമായി നിൽക്കുന്ന വ്യക്തികൾ ഇനി ഇല്ല. നോക്കൂ, ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ശൗൽ മരിക്കുകയും ദാവീദ് അമാലേക്യരെ സംഹരിച്ചു മടങ്ങി വന്ന് സിക്ലാഗിൽ 2 ദിവസം പാർക്കുകയും ചെയ്ത ശേഷം, കേൾക്കണമേ, ശൗൽ മരിക്കുകയും, ഒരാളിൻ്റെ മരണത്തെക്കുറിച്ചാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ, ഈസ് ഇറ്റ് ട്രൂ? ഇത് ശരിയാണോ? ചിലരൊക്കെ വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചാൽ, ചിലരൊക്കെ, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ചിലരൊക്കെ വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചാൽ, നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചാലും അതങ്ങനെ കാണത്തില്ല. ദൂത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരൊക്കെ വേണ്ട എന്ന്, ചിലരൊക്കെ വഴി മുടക്കുന്ന, ചിലരൊക്കെ വേണ്ട, നിൻ്റെ മുൻപിൽ ഇനി വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചാൽ, നമ്മൾ എത്ര സങ്കടപ്പെട്ടിട്ടും എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, ചിലരെ ഒന്നും കാണത്തില്ല. നോക്കൂ, ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം മുതൽ ദാവീദിൻ്റെ ചരിത്രം ആരംഭിക്കുന്നു. ദാവീദ് വാഗ്ദത്തത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. അഭിഷിക്തനായ ദാവീദ് താൻ വാഗ്ദത്തത്തിലേക്ക് കാൽവെച്ച് നടക്കുന്ന സമയം മുതൽ തനിക്ക് ദൈവമൊരുക്കിയ വാഗ്ദത്തം, ഇസ്രായേലിൻ്റെ സിംഹാസനം, അത് ഒരിക്കലും നൽകത്തില്ല എന്ന് പറഞ്ഞ് കിട്ടുന്ന അവസരത്തിലൊക്കെ ദാവീദിനെ കൊന്നുകളയുവാൻ കുന്തം വീശി പാഞ്ഞെടുക്കുന്ന ശൗൽ എന്ന അന്നത്തെ നിലവിലെ രാജാവും അവൻ്റെ കിങ്കരന്മാരും 3 പ്രാവശ്യം ദാവീദിൻ്റെ കഴുത്ത് അല്ലെങ്കിൽ നെഞ്ച് ശൗലിൻ്റെ കുന്തമുനയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പലായനം ചെയ്യുന്ന ദാവീദിനെ, പ്രാണൻ കയ്യിൽ പിടിച്ചോടുന്ന ദാവീദിനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. താൻ ഇരിക്കേണ്ട സിംഹാസനത്തിൽ നിന്ന് വളരെ അകലെ. പലരും ചിന്തിക്കുന്നുണ്ട്, പാസ്റ്റർ, എൻ്റെ സ്വപ്നം, എൻ്റെ ആഗ്രഹം അതൊരുപാട് ദൂരെ ആയിപ്പോയി, അത് നടക്കുവാൻ ഒരു സാധ്യതയുമില്ല. നോ, നിൻ്റെ വാഗ്ദത്തം ദൈവം നിന്നോട് പറഞ്ഞത് അതെത്ര അകലെ ആയിരുന്നാലും തക്ക സമയത്ത് നീ അവിടെ എത്തും. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, സഹോദര, നിൻ്റെ സ്വപ്നം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞ ആ ജോലി, ആ രാജ്യത്തുള്ള ജോലി, അത് ഇന്നത്തെ നിൻ്റെ അവസ്ഥ വച്ചിട്ട് ഒരുപാട് അകലെയാണ്. കാരണം നീ ഇപ്പം ചെയ്യുന്ന ജോലി, നീ ആയിരിക്കുന്ന അവസ്ഥ, അതൊക്കെ വെച്ചിട്ട് അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമാണ്, അല്ലേ? എങ്ങനെ എത്തിപ്പെടാൻ പറ്റും എന്ന് അറിയത്തില്ല. അത് അങ്ങ് പോയി, ആ സ്വപ്നം അങ്ങ് പോയി എന്ന് ചിന്തിച്ചിരിക്കുന്നു, അല്ലേ? കേൾക്ക്, അതെത്ര അകലെയായിരുന്നാലും ദൈവം ഈ ദിവസങ്ങളിൽ നിന്നെ അവിടെ കൊണ്ടു ചെന്ന് എത്തിക്കും. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ വഴിമുടക്കിയ മനുഷ്യരാകട്ടെ, പിശാചാകട്ടെ, ഇനി നിൻ്റെ മുൻപിൽ കാണത്തില്ല. പ്രിയ സഹോദരി, സഹോദര, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ സന്തോഷത്തിനും ഒത്തൊരുമയ്ക്കും ഒരുമിച്ച് നിങ്ങളുടെ മുന്നേറ്റത്തിനും തടസ്സമായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മതിൽ കെട്ടി അടച്ച
ആ ശത്രുവിനെ നിങ്ങൾ കാണത്തില്ല. ആ മതിൽ, അവർ കെട്ടി ഉയർത്തിയ മതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ വീഴും. കുടുംബമായി നീ സന്തോഷത്തോടെ സമാധാനത്തോടെ പാർക്കുവാൻ പോകുക. കാരണം ദൈവം നിനക്ക് തന്ന കുടുംബജീവിതമാണ്. സിസ്റ്റർ, നിൻ്റെ ഭർത്താവ് ദൈവം നിനക്ക് തന്ന ഭർത്താവാണ്. നിൻ്റെ ഭാര്യ ദൈവം നിനക്ക് തന്നതാണ്. അവളെയും നിന്നെയും തമ്മിൽ തെറ്റിക്കുവാൻ, നിന്നെയും അവനെയും തമ്മിൽ തെറ്റിക്കുവാൻ മനുഷ്യർ ഒരുക്കുന്ന എല്ലാ പദ്ധതികളെയും ദൈവം തകർക്കുക. ഞാൻ നിന്നോട് ആവർത്തിച്ച് പറയട്ടെ, ചില വ്യക്തികളെ ഇനി കാണത്തില്ല. ദൈവം തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ മാറ്റുവാൻ മനുഷ്യന് കഴിയത്തില്ല. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങും. ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാനായി പ്രാർത്ഥിച്ചു തുടങ്ങും. ആ ഭവനത്തിനകത്തുള്ള നിൻ്റെ പാർപ്പിന്, നിൻ്റെ സ്വസ്ഥമായ സമാധാനമായ ജീവിതത്തിന് നിൻ്റെ ഭർത്താവും ഒരുമിച്ച് നിന്നെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിച്ച് വാതുകെട്ടി നിൽക്കുന്ന ചിലരെ എൻ്റെ ദൈവം മാറ്റുവാൻ പോകുന്നു. യെസ്, മാറ്റുവാൻ പോകുന്നു. പ്രിയ സിസ്റ്റർ, നിൻ്റെ തലമുറകളുടെ മുന്നേറ്റത്തിനും പ്രാപിക്കലിനും അവരെത്തേണ്ട സ്ഥാനത്ത് എത്തുന്നതിനും പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിക്കുന്നതിനും തടസ്സമായി എഴുന്നേൽക്കുന്ന ചില ദുഷ്ടമനുഷ്യരെ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ചില ദുഷ്ടമനുഷ്യരെ. ആ മനുഷ്യർക്ക് എന്താണ് പ്രത്യേകത? ശൗൽ ആരാണ്? ദൈവം ഇസ്രായേലിന് വേണ്ടി തിരഞ്ഞെടുത്തവനാണ്. എന്നാൽ ദൈവസ്നേഹം നഷ്ടപ്പെടുത്തി അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൻ്റെ ആലോചനകൾക്ക് വിരോധമായി സഞ്ചരിക്കുന്നവൻ. അതേ, ഇന്ന് നിനക്ക് വിരോധമായി നിൽക്കുന്നവർ ദൈവത്തെ നിന്നെക്കാളധികം അറിഞ്ഞവളാണ്, ദൈവസ്നേഹം അറിയുന്നവരാണ്. പലപ്പോഴും നിൻ്റെ ചോദ്യം അതാണ്, പാസ്റ്റർ, എങ്ങനെയാണ് ഇവർക്കിത് ചെയ്യുവാൻ കഴിയുന്നത്? ഇവർക്കെങ്ങനെയാണ് എൻ്റെ മകളെക്കുറിച്ച് ഇത് പറയുവാൻ തോന്നുന്നത്? ഇവർക്കിതെങ്ങനെയാണ് എൻ്റെ മകൾക്ക് വിരോധമായി ഇങ്ങനെയൊക്കെ സംസാരിക്കുവാനായിട്ട് കഴിയുന്നത്? അല്ലേ, ചോദ്യം അതല്ലേ? കേൾക്ക്, ഉത്തരമുണ്ട്. അവർ വീണുപോയ ചില ദുഷ്ടമനുഷ്യരുടെ വാക്കുകൾക്ക് മുമ്പിൽ നിൻ്റെ തലമുറയുടെ ഭാവി ആടി ഉലയുവാൻ, വീണ് തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിൻ്റെ തലമുറയുടെ ഭാവിക്ക് വിരോധമായി വലിച്ചു കെട്ടിയ എല്ലാ കെട്ടുകളും പൊട്ടി വഴികൾ തുറക്കപ്പെടുക. അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിലേക്ക് നിൻ്റെ തലമുറകൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. അവളെക്കുറിച്ച് അവനെക്കുറിച്ച് അപവാദ കഥകൾ പറഞ്ഞ് ദേശത്തിൽ അവരുടെ പേര് ചീത്തയാക്കിയ ചിലരെ നീ നോക്കും, കാണത്തില്ല. സ്തോത്രം. ശൗൽ മരിക്കുകയും ആമേൻ. ബ്രദർ, ആ ദേശത്ത് ആ സ്ഥാപനം തുടങ്ങിയത്, നിൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് ആ ദൈവത്തിൻ്റെ ആലോചനയാണ്. ആമേൻ. നീ ഒരു പക്ഷേ ചിന്തിക്കും, ഞാനിങ്ങനെ ഒന്നും കരുതിയില്ല പാസ്റ്റർ, ഞാനിങ്ങനെ ഒന്നും കരുതിയില്ല. അതിൻ്റെ ചിന്ത അതാണ്, പാസ്റ്റർ ഞാനിങ്ങനെ ഒന്നും കരുതിയില്ല. നോ, ആരംഭത്തിങ്കിൽ തന്നെ അവസാനത്തെ കണ്ടൊരു കർത്താവുണ്ട്. സ്തോത്രം. ഇന്ന് നിൻ്റെ ഈ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണമായ ചിലരെ എൻ്റെ ദൈവം അവിടെ നിന്ന് മാറ്റുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ചിലത് ഇനി നിനക്ക് തടസ്സമായി അവിടെ കാണത്തില്ല. നിൻ്റെ ശുശ്രൂഷകൾക്ക് തടസ്സമായി, നിൻ്റെ ആത്മീക ഭൗതിക ജീവിതത്തിലെ മുന്നേറ്റത്തിനും പ്രാപിക്കലിനും തടസ്സമായി ചിലർ അവിടെ കാണത്തില്ല. ആ തൊഴിലിടത്തിൽ നിൻ്റെ തൊഴിൽ ദിനങ്ങളെ കരിദിനങ്ങളാക്കി മാറ്റുന്ന ചിലരെ അവിടെ കാണത്തില്ല. തീർന്നില്ല. നോക്കൂ, ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ ഗോലിയാത്തിനെ ദാവീദ് വാൾ കൊണ്ട് കൊന്നു മുടിച്ചു. വാക്തത്വത്തിലേക്ക് നടന്നു കയറുന്ന തടസ്സത്തിൻ്റെ വൻമതിൽ തീർത്ത ഗോലിയാത്ത് അഥവാ രാക്ഷസൻ അഥവാ പൈശാചിക മൂർത്തി. മനുഷ്യൻ മാത്രമല്ല, പിശാചും വഴിമുടക്കുന്നുണ്ട്. നന്മകൾക്ക് വിരോധമായി, അനുഗ്രഹങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ പ്രാപിക്കലുകൾക്ക് തടസ്സമായി മനുഷ്യനും പിശാചും കെട്ടി ഉയർത്തുന്ന സകല മതിലുകളും, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ ഐശ്വര്യങ്ങൾക്കും നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ട ദൈവിക വാഗ്ദത്തങ്ങൾക്കും, അതേ നിൻ്റെ തലമുറ പ്രാപിച്ചെടുക്കേണ്ട ദൈവിക വാഗ്ദത്തങ്ങൾക്ക്, നീ പ്രാപിച്ചെടുക്കേണ്ട ദൈവിക വാഗ്ദത്തങ്ങൾക്ക് കർത്താവ് നിന്നോട് പറഞ്ഞു. ആ പറഞ്ഞ ആലോചന കേട്ട് നീ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ അത് പ്രാപിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. തടസ്സമായി നിൽക്കുന്ന സകല മാനുഷിക പൈശാചിക വെല്ലുവിളികളെയും സ്വർഗം തകർക്കും. ഇനി അവർക്ക് അത് പിശാചാകട്ടെ മനുഷ്യരാകട്ടെ നിനക്ക് മുൻപിൽ വഴി തടുക്കുവാൻ കഴിയത്തേയില്ല. ഇനി നിനക്ക് മുമ്പിൽ ദൈവം തുറന്നു തരുന്ന വഴിയെ വെട്ടിയടയ്ക്കുവാൻ അവർക്ക് കഴിയത്തില്ല. ജയത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നിനക്ക് മുമ്പിൽ ദൈവം തുറന്നു തരുന്ന വഴിയെ അടയ്ക്കുവാൻ അവർക്ക് കഴിയത്തില്ല. വിശ്വസിക്കുവാൻ, ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇതെങ്ങനെ സാധ്യമായി തീരും? പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്കും അവിധത്തിൽ പ്രാപിക്കുവാൻ അവസരമുണ്ട്. എങ്ങനെ പ്രാപിക്കുവാൻ അവസരമുണ്ട്? നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ നമുക്ക് ഒരുമിച്ച്
ദൈവവചനവുമായി ചേർന്നിരിക്കുവാനുള്ള അവസരമുണ്ട്. ലൈവിൽ ജോയിൻ ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അതുപോലെ വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട്. ജോയിൻ ചെയ്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല, ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കണ്ണടച്ച വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ, ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യനും പിശാചും വെട്ടിയടച്ച വഴികൾക്ക് മുമ്പിൽ മുന്നേറ്റം തടയപ്പെട്ട് ബാധ്യതകളിലും കടത്തിലും ഞെരുങ്ങപ്പെട്ട് ഇനി എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ചു ഭാരപ്പെട്ടായിരിക്കുന്നു ഇവർക്ക് വേണ്ടി സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണമേ. പുതുവഴികൾ, വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. തൊഴിലിടത്തിലേക്ക് പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. ഇവർ ആ നന്മ പ്രാപിക്കട്ടെ. ആ തടസ്സമായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. മാനുഷികമായ പദ്ധതികൾ, പൈശാചികമായ പദ്ധതികൾ, ദുഷ്ടൻ്റെ ആലോചനകൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളിലും ജപ്തി നടപടികളിലും ഭയന്നായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വാക്തത്വത്തിലേക്ക് വഴികൾ തുറക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിസകൾ വരട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. ഉപരിപഠന സാഹചര്യത്തിനുള്ള അവസരങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. പുനർവിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങളെ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹമായി തീരട്ടെ. എല്ലാ വഴികളും വാതിലുകളും തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. പ്രാപിക്കാം ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് ദൈവത്തിൽ നിന്ന്. അപ്പോൾ നാളെ ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രേഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.